എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 10:11 മുതൽ 14 വരെ. ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യനാരെന്ന് അന്വേഷിപ്പിൻ. പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പിൻ. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവിൻ. വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൻ. തൻ്റെ ശിഷ്യന്മാരെ ഗ്രാമങ്ങളിലേക്ക് അയക്കുമ്പോൾ കർത്താവ് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത്. അവരേതെങ്കിലും ഗ്രാമത്തിലോ പട്ടണത്തിലോ പ്രവേശിക്കുമ്പോൾ അവർക്ക് കൂടെ പാർക്കാൻ യോഗ്യനായി ആരുണ്ട് എന്ന് അന്വേഷിക്കണം എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും പണക്കാരനോ വലിയ ബംഗ്ലാവുകൾ ഉള്ളവനോ അല്ല ആതിഥേയനായിരിക്കേണ്ടത്. അവരുടെ യാത്ര ധനസമ്പാദനത്തിനല്ല. അവരൊന്നും സമ്പാദിച്ചിട്ടുമില്ല. അല്പം അവരുടെ കൈവശം ഉണ്ടായിരുന്നത് ചെലവാക്കിയതായും കാണുന്നില്ല. നാം ദൈവത്തോടും കർത്തവ്യങ്ങളോടും വിശ്വസ്തരായി പെരുമാറുമ്പോൾ നമുക്ക് തിന്നുവാനും ശേഷിപ്പിക്കുവാനും തക്കവണ്ണം ലഭിക്കും. നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ തക്കവണ്ണമുള്ള അവകാശവും അനുവാദവും നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ഭക്ഷണ പ്രിയന്മാരാകരുത്. അതിനേക്കാൾ ഭേദം തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ച് കൊള്ളുന്നതാണ്. ഇക്കാരണത്താലാണ് ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം നഷ്ടമാക്കിയത്. എന്തിനോടെങ്കിലുമുള്ള അധികമായ ഭ്രമം, അത് ഭക്ഷണമാകട്ടെ മറ്റ് സൗകര്യങ്ങളാകട്ടെ, അത് പാടില്ല എന്ന് കർത്താവ് പറയുന്നു. യോഗ്യരായവരോട് കൂടെ മാത്രം താമസിക്കണം എന്ന് പറയുന്നതിൽ ദൈവരാജ്യത്തെ അല്ലെങ്കിൽ മശിഹായെ കാത്തിരിക്കുകയും ആ കാത്തിരിപ്പിന് വിരാമം വന്നിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് ഇവിടെ സൂചന നൽകുന്നത്. അവരോടുകൂടെ പാർക്കുക, അതൊരു പോസിറ്റീവ് എനർജിയാണ്. നിരാകരിക്കുന്നവരോടുകൂടെ നിർബന്ധത്താൽ താമസിക്കാതെയും അവരുടെ ആതിഥേയത്വം സ്വീകരിക്കാതെ ഇരിക്കണം എന്നതും ദൈവരാജ്യ പ്രവർത്തനങ്ങളിലെ ഏറ്റവും കാതലായ ഒരു സംഗതി തന്നെയാണ്. ഏതെങ്കിലും ഒരു ഭവനത്തിൽ എത്തുമ്പോൾ സമാധാനം എന്ന് പറഞ്ഞ് അതിനെ വന്ദനം ചെയ്യണം എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ ആ ഭവനം യോഗ്യമായതെങ്കിൽ അവരാശിച്ച സമാധാനം അവിടെ ഉണ്ടായിരിക്കും. യോഗ്യനായ ആളില്ലാത്ത പക്ഷം ആ സമാധാനം അവരിലേക്ക് മടങ്ങിപ്പോരും. സമാധാന സന്ദേശം എപ്രകാരമായിരിക്കുമോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണോ സ്വീകരിക്കുന്നത്, അതങ്ങനെ തന്നെ ആ ഭവനത്തിന് ലഭിക്കുന്നു. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ കൃത്യമായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവവചനത്താലുള്ള സമാധാനവും ആശ്വാസവും നമുക്ക് ലഭിക്കും. തങ്ങളെ നിഷേധിക്കുന്നവർ തങ്ങളെ അയച്ച കർത്താവിനെയും നിഷേധിക്കും. അതുകൊണ്ടാണ് അവരുടെ കാലിൽ പറ്റുന്ന നിലത്തെ പൊടി പോലും അവർ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞത്. ചെരുപ്പ് ഇട്ടിരുന്നെങ്കിൽ കാലിൽ പൊടി പറ്റാതിരിക്കുമായിരുന്നു. ഇസ്രായേലിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അടയാളങ്ങളായി ചെയ്തു വന്നിരുന്നു. അതിൻ്റെ ആ ഒരു കാര്യമാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ സ്വീകരിക്കുന്ന പക്ഷം നമുക്ക് സമാധാനമുണ്ട്. കർത്താവിനാൽ അയക്കപ്പെട്ടവരെ അംഗീകരിക്കുന്നുവെങ്കിൽ കർത്താവിനെ അംഗീകരിക്കുന്നു എന്നതിന് തുല്യമാണ്. ആ വീടിന് സമാധാനവും സന്തോഷവും ലഭിക്കും. ഒരു സമാധാനപുത്രൻ കർത്താവ് പറഞ്ഞല്ലോ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ
ആ ഭവനത്തിന് സമാധാനം ലഭിക്കും. അങ്ങനെ സമാധാനമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ നായകനായ വാഴ്ത്തപ്പെട്ട കർത്താവെ, ഇന്ന് പകൽക്കാലം സമാധാനത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനം സ്വീകരിപ്പാൻ, ഉൾക്കൊള്ളുവാൻ, സമാധാന യോഗ്യരായി അങ്ങയുടെ സാക്ഷികളായിരിക്കാനും ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ സമാധാനവും അനുഗ്രഹവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.